ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കും. 12-ന് മുതുകുളം വെട്ടത്തുമുക്കിന് സമീപം സൽക്കർമ്മ സൽക്കാരം നടത്തുന്നത് മുതുകുളം സ്വദേശിയുടെ വൃക്ക ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകുന്നതിനാണ്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഞങ്ങൾ മുതുകുളം പഞ്ചായത്തിന്റെ 4-ാം വാർഡിൽ ധനീഷ് ഭവനത്തിലാണ്. ഈ ധനീഷ് ഭവനം എന്ന് പറയുമ്പോൾ ഓരോ വാടക വീട് മാറുമ്പം ആ പേരുകൾ ആ ധനീഷ് ഭവനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. 4-ാം വാർഡിലാണ് താമസിക്കുന്നത്. വീടും സ്ഥലവും വിറ്റു. ഇന്ന് അദ്ദേഹം വാടക വീടുകളിൽ മാറി മാറി താമസിക്കുന്ന ധനീഷ് 6 വർഷമായി വൃക്ക രോഗത്താൽ അടിമയാണ്. നമ്മൾ ഈ നാട്ടിൽ കേൾക്കുന്നവരൊക്കെ തന്നെ പല വിധത്തിലും ധനീഷിനെ സഹായിച്ചിട്ടുള്ളവരാണ്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലും ഒരു തണ്ണിമത്തൻ ജ്യൂസ് ചലഞ്ച് നടത്തി ഏകദേശം 1.5 ലക്ഷം രൂപയോളം ശേഖരിച്ചു. എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലും ആഴ്ചയിൽ 3 ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 10,000 രൂപയോളം ചെലവ് വരും. ഒരു മാസം 40,000 രൂപ ചെലവ് വരും. അത് താങ്ങുവാനുള്ള കഴിവ് ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന പെങ്ങളുടെ വരുമാനവും ഒക്കെ ചെറിയ വരുമാനവും നിങ്ങൾ നൽകുന്ന സംഭാവനകളും സന്തോഷങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ 7 വർഷമായി നിലനിർത്തിയത്. അദ്ദേഹത്തെ ഒന്ന് സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ കേൾക്കുന്നവരൊക്കെ കൊടുത്തിട്ടുള്ളവരായിരിക്കാം. അതിന് കുറവായി സ്വീകരിക്കരുത്. ഇനിയും കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കിഡ്നി ഒന്ന് മാറ്റിവെക്കുവാനായി സാധിക്കൂ. ബൈജു മെമ്പറിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ഉത്തരവാദിത്വമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഈ 18-ാം തീയതി അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയ്ക്കായി സർജറിക്കായി അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. അദ്ദേഹത്തെ ഒന്ന് സഹായിക്കുവാനായി ഈ 12-ാം തീയതി ഞായറാഴ്ച, ഈ ഞായറാഴ്ചയല്ല അടുത്ത ഞായറാഴ്ച ചെങ്ക്ലാത്തുമുക്ക് വെട്ടത്തുമുക്കിൻ്റെ അവിടെ നിന്നും കിഴക്കോട്ട് വരുമ്പോൾ ചെങ്ക്ലാത്ത് ജംഗ്ഷനിലുള്ള ഒരു NSS കെട്ടിടത്തിനകത്ത് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കും. വലിയ വിഭവങ്ങളോ വലിയ രുചിയേറിയ വലിയ വിഭവസമൃദ്ധമായ മേളയൊന്നുമല്ല. താവല് വിളയിച്ചതും പഴവും ഏത്തയ്ക്ക പുഴുങ്ങിയതും ഏത്തയ്ക്കാപ്പവും പരിപ്പോടയും ഉണ്ണിയപ്പവും ഉള്ളിവടയും ഒക്കെയുമായി നല്ല കടുപ്പത്തിലൊരു ചായയൊക്കെ തന്ന് നമുക്ക് ഒരുമിച്ച് കൂടാം, നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് ക്യാരംസ് കളിക്കുവാനുള്ള ക്രമീകരണം ചെയ്യാം. നമുക്കൊന്ന് കാലങ്ങളായി കാണാത്തവരും കാണുന്നവരും ഒക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് കൊച്ചു വർത്താനം പറയുവാനും പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് അയവറക്കുവാനും ഒക്കെയായി നമുക്ക് ഈ ടെൻഷനുള്ള ജീവിതത്തിൽ നമുക്കൊന്ന് ഒന്നിച്ചുകൂടി ഒരു ചായയൊക്കെ കുടിച്ച് നിങ്ങൾ കൊണ്ടുവന്ന സംഭാവന ധനീഷിനെ ഏൽപ്പിച്ച് അങ്ങനെ അന്ന് വൈകിട്ട് പൈസ എണ്ണുമ്പോൾ ധനീഷിൻ്റെ സർജറിക്ക് ആവശ്യമായ വലിയ തുകയുടെ ഒരു ഭാഗമാകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആരോഗ്യവാന്മാരായി ഓടി നടക്കുന്നവരാണ്. രോഗം വന്നാൽ ഉള്ളവന് പോലും തകർന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരു പനി വന്നാൽ തളർന്നു പോകുന്നവരാണ് നാം. പക്ഷേ വൃക്കരോഗമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യൻ ഈ 6-7 കൊല്ലമായി ജീവിക്കുമ്പോൾ ഒരു വൃക്ക മാറ്റിവെച്ചാൽ ആരോഗ്യപരമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ധനീഷിന് തിരിച്ചു വരാൻ സാധിക്കും. അങ്ങനെ ആരോഗ്യപരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ധനീഷിനെ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോഴാണ് നാം കൊടുത്ത പൈസയുടെ വില അറിയുന്നത്. ആ പൈസ നമ്മുടെ കയ്യിലിരുന്നാൽ വിലയറിയില്ല. പക്ഷേ ആ പൈസ കൊടുത്ത് ആ പൈസ മുഖാന്തരം ആ പൈസ ഉപയോഗിച്ച് സർജറി ചെയ്ത് ധനീഷ് തൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് ആരോഗ്യമായി തിരിച്ചു വന്ന് നമ്മുടെ മുമ്പിൽ കൂടി സൈക്കിളും ഓടിച്ച് ബൈക്കും ഓടിച്ച് ആരോഗ്യമായി ജോലി ചെയ്യുമ്പോഴാണ് നാം 12-ാം തീയതി കൊടുത്തതും അതിനു മുമ്പ് നിങ്ങൾ കൊടുത്തതുമായ നൽകിയ തുകയ്ക്ക് ഉള്ള വില അറിയുന്നത്. കൊടുക്കുമ്പോഴാണ്, ചെലവഴിക്കുമ്പോഴാണ് പൈസയുടെ വില അറിയുന്നത്. നിങ്ങൾ നൽകണം. നിങ്ങൾ ഈ 12-ാം തീയതി നിങ്ങളെല്ലാവരും ബൈജു മെമ്പറും ധനീഷും പെങ്ങളും ധനീഷിൻ്റെ അച്ഛനും ഇവിടെ കൂടി നിൽക്കുന്നവരൊക്കെ വ്യത്യസ്തമായ സമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ കല്യാണം ക്ഷണിക്കാൻ വരുന്നതുപോലെ, വീടിൻ്റെ പാലുകാച്ച് ക്ഷണിക്കാൻ വരുന്നതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരും. അത് സ്വീകരിച്ചുകൊണ്ട് ഒരു സന്തോഷകരമായൊരു കൂട്ടായ്മ, അതൊരു സൽക്കാരമായി മാറണം. ഈ 12-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ നല്ല പാട്ട് കേൾക്കാനുള്ള ക്രമീകരണം, ഹരികുമാറിൻ്റെ ഗാനമേള ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണം ഉണ്ട്, സൂപ്പർ ചായ നിങ്ങൾക്ക് തരും. വൃക്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന മുതുകുളം സ്വദേശി ധനേഷിന്റെ ചികിത്സാ സഹായത്തിനായാണ് ഈ മാസം 12-ന് മുതുകുളം വെട്ടത്തുമുക്കിന് സമീപമുള്ള NSS മന്ദിരത്തിൽ 2 മണി മുതൽ സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.